Hello guys, welcome back to our channel. This is me with my love episode. എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ കൊഹാനാണെങ്കിൽ ആ മോൺസ്റ്ററുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. പക്ഷെ ആ മോൺസ്റ്റർ ആണെങ്കിൽ യാതൊരു കാരണവും കാണിക്കാതെ കൊഹാനെ പിടിച്ചു വലിച്ച് അവന്റെ മുഖത്ത് അറഞ്ചം പൊറഞ്ചം പഞ്ച് ചെയ്ത് താഴേക്കിടും. ഇവിടെ ഗോക്കുവിനാണെങ്കിൽ അവന്റെ കോൺഫിഡൻസിന് യാതൊരു കുറവുമില്ല. ഗോഹാൻ അവനാണെങ്കിൽ ചാടി എഴുന്നേറ്റ് അവന്റെ ദേഷ്യവും വെറുപ്പും ഇരട്ടിയാക്കി കട്ടൊക്കെ തുടച്ച് അങ്ങനെ ഹായായിട്ട് നിൽക്കും. മൊട്ടപ്പനാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇവിടെ പിക്കലോയ്ക്ക് അവന്റെ ദേഷ്യം കൂടി വന്ന് അവൻ പല്ല് കടിക്കും. കട്ട് ചെയ്ത ഇവിടെ ചീച്ചിയാണെങ്കിൽ പൊട്ടിക്കരയാണ്. എന്റെ കുഞ്ഞ്, അവനിപ്പോ വലിയ അപകടത്തിലാണ്. ആരെങ്കിലും അവനെ രക്ഷിച്ചുകൊണ്ട് വായോ. ഞാൻ ആ ഗോക്കുവിനോട് ഓൾറെഡി പറഞ്ഞതാണ് അവനെ മോൺസ്റ്ററിന്റെ മുൻപിലേക്ക് തള്ളിവിടാൻ പാടില്ല എന്ന്. എന്നിട്ടിപ്പോ അറിഞ്ഞുകൊണ്ട് എന്റെ കുഞ്ഞിനെ അവൻ ആ മോൺസ്റ്ററിന്റെ മുൻപിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ കരഞ്ഞുകൊണ്ടേയിരിക്കും. അവളുടെ പപ്പയാണെങ്കിൽ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കും. ഇവിടെ ആങ്കർ ആണെങ്കിൽ നിർത്താതെ കമന്ററി കൊടുത്തുകൊണ്ടേയിരിക്കും. ആ മോൺസ്റ്റർ ആ പയ്യനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, ആ പയ്യൻ എല്ലാ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ആ മോൺസ്റ്റർ സെല്ലാണെങ്കിൽ നിർത്താതെ ഗോഹാനെ അറ്റാക്ക് ചെയ്യും. ഗോഹാനാണെങ്കിൽ അവന്റെ അറ്റാക്കിൽ നിന്നെല്ലാം തന്നെ നൈസായിട്ട് എസ്കേപ്പ് ആവും. ഇവിടെ ജനങ്ങളെല്ലാവരും കണ്ണിമ ചിമ്മാതെ ആ ഒരു ഫൈറ്റ് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. മൊട്ടപ്പന്റെ പേടി അത് കൂടി വരും. ഇവിടെ മോൺസ്റ്റർ ആണെങ്കിൽ ഗോഹാനോട് പറയും, നീ ശരിക്കും ഒരു പാവമാണ്, പക്ഷെ നിന്റെ അച്ഛനാണ് നിന്നെ ചതിച്ചത്. ഇത്രയും വലിയ ദുരിതത്തിലേക്ക് അവനാണ് നിന്നെ തള്ളിവിട്ടതെന്ന് പറഞ്ഞ് അവൻ ഗോഹാനെ ദൂരത്തേക്ക് അടിച്ചു തെറിപ്പിക്കും. പാറകൾക്കിടയിലൂടെ വലിയ മലകൾ തകർത്ത് ഗോഹാൻ അങ്ങനെ പോവും. ഇവിടെ സൂപ്പർ ഹീറോ പയ്യൻ അവനാണെങ്കിൽ ഷൗക്കായി ഗോഹാന് കുഴപ്പമൊന്നും പറ്റിയിട്ടുണ്ടാവില്ല എന്ന് പറയും. മൊട്ടപ്പനാണെങ്കിൽ ഭയത്തോടു കൂടെ അവിടേക്ക് തന്നെ നോക്കും. മോൺസ്റ്റർ ചിരിച്ചുകൊണ്ട് എല്ലാവരോടുമായിട്ട് പറയും, ഈസിയായി ഞാൻ എന്റെ രണ്ടാമത്തെ ദൗത്യവും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ആങ്കർ ആണെങ്കിൽ വിളിച്ചു പറയും, ആ കൊച്ചു പയ്യൻ ഇപ്പോ ആ മോൺസ്റ്ററിന്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അത് കേട്ട് ഇവിടെ ചീച്ചിയുടെ ബോധം പോവും. പിക്കലോ ആണെങ്കിൽ ഗോക്കുവിനോട് ദേഷ്യപ്പെടും, നീ കാരണമാണ് നിന്റെ മകൻ ഇപ്പൊ കൊല്ലപ്പെട്ടത്, ഇതിന് കാരണക്കാരൻ നീയാണ്. ഗോക്കു ആണെങ്കിൽ അത് കേട്ട് സിമ്പിൾ ആയിട്ട് പറയും, എന്റെ മകൻ കൊല്ലപ്പെട്ടുവെന്നോ, അവന്റെ പവർ ലെവൽ കുറച്ച് കുറഞ്ഞെന്നുള്ള സത്യമാണ്, പക്ഷെ അവൻ അവിടെയുണ്ട്. അടുത്ത നിമിഷം എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അവൻ ആ പാറകൾക്കിടയിൽ നിന്ന് ഹായി ആയിട്ട് പുറത്തേക്ക് വരും. മൊട്ടപ്പനാണെങ്കിൽ വിളിച്ചു പറയും, അവന്റെ കയ്യിൽ എന്തോ ഒന്നുണ്ട്. ഗോഹാനാണെങ്കിൽ അവന്റെ അടുത്തേക്ക് വന്ന് അവനോട് പറയും, ഞാൻ നിനക്കൊരു ചാൻസ് തരുവാണ്, നമുക്ക് ഈ ഫൈറ്റ് ഇപ്പോ ഇവിടെ വെച്ച് നിർത്താം. എനിക്ക് നിന്നോട് ഫൈറ്റ് ചെയ്യാൻ യാതൊരു താല്പര്യവുമില്ല. എന്റെ അച്ഛനാണ് ഇതിനൊക്കെ താല്പര്യം. നിനക്ക് ജീവൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടോ. അത് കേട്ട് ആ മോൺസ്റ്റർ ചിരിക്കും. ഓ, നീ ഇപ്പോ നിന്റെ അച്ഛന്റെ ഡയലോഗ് കടമെടുത്തിരിക്കുകയാണോ? നിന്റെ ഓവർ കോൺഫിഡൻസ് അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ ഇവിടെ തന്നെ നിൽക്കാം, നിനക്ക് എന്നെ ഒന്ന് തൊടാൻ പോലും പറ്റില്ല. അതിരിക്കട്ടെ, നിനക്ക് ഇത്രയും കോൺഫിഡൻസ് വരാനുള്ള കാരണം അതെന്താണ്? അതിന് ഗോഹാൻ പറയും, അച്ഛൻ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നിന്നെ കൊല്ലാൻ എനിക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന്. കുറെ കാലങ്ങൾക്ക് മുൻപാണ് ഞാൻ എന്റെ പവർ അത് തിരിച്ചറിഞ്ഞത്. റാഡ്സ് എന്ന് പേരുള്ള ഒരാള് ഭൂമിയെ തകർക്കാനായിട്ട് ഇവിടേക്ക് വന്ന ആ സമയം എന്റെ ഇമോഷൻസ് കൂടി എന്റെ വലിയൊരു പവർ പുറത്തേക്ക് വന്ന്. അതിനുശേഷം പിക്കലോ ആയിട്ട് ട്രെയിനിങ് എടുക്കുന്ന സമയത്തും അതുപോലെ തന്നെ എന്റെ അൾട്ടിമേറ്റ് പവർ പുറത്തേക്ക് വന്നു. അതിനുശേഷം നാമഗ്രഹം ഇവിടെ വെച്ച് ഫ്രീസ ആയിട്ട് പോരാടിയപ്പോഴും ആ ഒരു വലിയ പവർ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. എന്നാണ് എന്റെ അൾട്ടിമേറ്റ് പവർ അത് മുഴുവനായിട്ട് പുറത്തേക്ക് വന്ന് ഞാൻ അവിടെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തത്. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. അവനാണെങ്കിൽ ഇപ്പൊ മോൺസ്റ്ററിനോട് പറയും, സത്യത്തിൽ എന്റെ ഇമോഷൻസ് അത് കൂടിക്കഴിഞ്ഞാൽ എന്റെ ഉള്ളിൽ ആ വലിയ പവർ അത് പുറത്തേക്ക് വരും. അച്ഛൻ പറഞ്ഞതിന്റെ അർത്ഥവും അത് തന്നെയാണ്. എന്റെ കൺട്രോൾ പോയി ആ ഒരു പവർ പുറത്തേക്ക് വന്നാൽ പിന്നെ എന്താ നടക്കാമെന്ന് പറയാൻ പറ്റില്ല. ഉറപ്പായാലും ഞാൻ തന്നെ ജയിക്കും. ഇതിന്റെ അവസാനം ഞാൻ നിന്നെ കൊല്ലാനും സാധ്യതയുണ്ട്. അങ്ങനെ ഒന്നും സംഭവിക്കേണ്ടെങ്കിൽ നീ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഓടി രക്ഷപ്പെടും. അത് കേട്ട് ആ മോൺസ്റ്റർ ചിരിക്കും. ഈ കഥയൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഏതെങ്കിലും കൊച്ചു പിള്ളേർക്കോ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ വിഡ്ഢികളായ മനുഷ്യർക്കോ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർ വിശ്വസിക്കും. ഞാൻ ഇത്തരം സ്റ്റോറീസിൽ വിശ്വസിക്കാറില്ല. നിന്റെ പവർ എന്താണെങ്കിലും അത് നീ കാണിച്ചതാ. അത് വളരെ ചെറുതാണെന്ന് നിനക്ക് ഞാൻ ബോധ്യപ്പെടുത്തി തരാം. ചെറിയ വായിൽ വലിയ കാര്യങ്ങൾ സംസാരിക്കുന്നവർക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നു പറഞ്ഞ് അവനാണെങ്കിൽ ഗോഹാനെ ആഞ്ഞടിച്ച് താഴെയിടും. അതിനുശേഷം കാലുകൊണ്ട് അങ്ങനെ ചവിട്ടി കൂട്ടുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ അത് കണ്ടു നിൽക്കാനായിട്ട് കഴിയില്ല. ഗോക്കു, നീ അത് കാണുന്നില്ലേ? നിന്റെ സ്വന്തം മകനെയാണ് അവൻ ചവിട്ടി അരയ്ക്കുന്നത്. ഇനി നീ നോക്കി നിൽക്കരുത്. ഖാനെ കൊണ്ടല്ല, നിന്നെ കൊണ്ടാണ് ആ മോൺസ്റ്ററിനെ ഇല്ലാതാക്കാൻ വേണ്ടി കഴിയുക. അത് ഇനിയെങ്കിലും നീ മനസ്സിലാക്കണം. ഗോക്കു ആണെങ്കിൽ വീണ്ടും അവരോട് പറയും, നിങ്ങൾ അല്പസമയം കൂടെ വെയിറ്റ് ചെയ്യും. അവന്റെ പവർ അത് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്കറിയില്ല. ഉറപ്പായാലും ഗോഹാൻ അത് പുറത്തെടുക്കും. ഗോഹാൻ, നിന്റെ പവർ, നിന്റെ ദേഷ്യം അതൊക്കെ പുറത്തേക്ക് കൊണ്ടുപോവാ. ഇവിടെ മോൺസ്റ്റർ ആണെങ്കിൽ നിർത്താതെ അവനെ ചവിട്ടി കൂട്ടി. അതെ, നീ പറഞ്ഞതുപോലെ തന്നെ നിന്റെ ഹിഡൻ പവർ കാണാൻ തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. എത്രയും വേഗം ആ പവർ അതെനിക്ക് കാണിച്ചതാ. നിന്റെ പവർ പുറത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞ് അവനാണെങ്കിൽ ഗോഹാനെ
തല്ലി കൊല്ലുകയാണ്. ഇതിനുശേഷം യാതൊരു കാരണവും കാണിക്കാതെ അവൻ ഗോഹാനെ ദൂരേക്ക് വലിച്ചെറിയും. മലകൾക്കിടയിലൂടെ ആഞ്ഞടിച്ച് ഗോഹാൻ താഴേക്ക് വീഴും. ഇവിടെ ആങ്കറും ക്യാമറമാനും അവർ രണ്ടുപേരും സിറ്റുവേഷൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് ശ്വാസം അങ്ങനെ അടക്കി പിടിച്ച് നിൽക്കും. അടുത്തായിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാണാൻ. ചെറിയ പയ്യന് ആ മോൺസ്റ്ററിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയോ? സൈത്താൻ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അതിന് സൈത്താൻ പറയും, ആ പയ്യനും അല്പം പവറൊക്കെ ഉണ്ട്, പക്ഷേ അവനെ ആ ഫൈറ്റിലേക്ക് വിട്ടത് ഒട്ടും ശരിയായില്ല. അവന്റെ അവസ്ഥ മോശമാണ്. ഇത്രയും വേഗം അവനെ രക്ഷിക്കണം. അത് കേട്ട് ആങ്കർ പറയും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അവനെ രക്ഷിച്ചൂടെ? അത് കേട്ട് അവൻ ഞെട്ടും. സുഹൃത്തുക്കളെ, വീണ്ടും നമ്മുടെ സൈറ്റാൻ അവൻ മോൺസ്റ്ററിനോട് ഫൈറ്റ് ചെയ്ത് ആ കുട്ടിയെ മോചിപ്പിക്കാൻ തയ്യാറാവുകയാണ്. അത് കേൾക്കേണ്ട താമസം സൈറ്റാൻ ആണെങ്കിൽ വയറിന് കൈകൊടുത്ത് എന്റെ വയറിന് വീണ്ടും വേദന എടുക്കുന്നു പറഞ്ഞ് അങ്ങനെ നിലവിളിക്കാനായിട്ട് തുടങ്ങും. അടുത്ത നിമിഷം വലിയൊരു പൊട്ടിത്തെറിയോട് കൂടെ നമ്മുടെ ഗോഹാൻ അവൻ പുറത്തേക്ക് വരികയാണ്. ആ മോൺസ്റ്റർ ആണെങ്കിൽ ഗോഹാന്റെ അടുത്തേക്ക് വന്ന് അവനെ നിർത്താതെ തല്ലിക്കൊണ്ടേയിരിക്കും. ദേഷ്യവും കൺട്രോളും പോയ ഗോഹാൻ ആണെങ്കിൽ അവനെ ഞെട്ടിക്കുകയാണ്. ആ ഒരു ഇടിയിൽ ഇപ്പൊ അവനങ്ങനെ അടിച്ചു വീഴും. ചോര തുളുമ്പി താഴെ കിടക്കും. മൊട്ടപ്പനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവനാണെങ്കിൽ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. ആ മോൺസ്റ്റർ ആണെങ്കിൽ ഗോഹാനെ നോക്കും. ഓ, അങ്ങനെ ഒരു വിധത്തില് നിന്റെ ആ കോപം അത് പുറത്തേക്ക് വന്നു അല്ലേ? അത് പുറത്തേക്ക് വരുത്താൻ എനിക്ക് സാധിച്ചു അല്ലേ? ആ മോൺസ്റ്റർ ആണെങ്കിൽ വീണ്ടും ഗോഹാനെ അറ്റാക്ക് ചെയ്യാണ്. ഗോക്കു ആണെങ്കിൽ വിളിച്ചു പറയും, അതെ, അവനെ കൊണ്ട് മാത്രമേ നിന്നെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് കഴിയൂ. നിന്റെ അൾട്ടിമേറ്റ് പവർ അത് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയൂ. നിന്റെ പപ്പയും അത് തന്നെയാണ് കാണാനായിട്ട് കാത്തിരിക്കുന്നത്. ഇവിടെ ആ മോൺസ്റ്റർ ആണെങ്കിൽ ഫ്രീസറ ടെക്നിക്ക് അതിപ്പോ ഗോഹാൻ നേരെ ഉപയോഗിക്കും. മൊട്ടപ്പം വിളിച്ചു പറയും, ഓ നോ, അത് ഫ്രീസറ ടെക്നിക്കാണ്. ഗോഹാൻ ആണെങ്കിൽ ആ അറ്റാക്കിൽ ഒന്നും തന്നെ പെടാതെ ഓരോ ഭാഗത്തേക്ക് ചാടി മാറിക്കൊണ്ടേയിരിക്കും. അടുത്ത നിമിഷം അവൻ ഗോഹാന്റെ തൊട്ടടുത്തെത്തി അവനെ പിടിച്ചു വലിച്ച് അവന്റെ കൈകൾ ഉപയോഗിച്ച് ഞെരുക്കുകയാണ്. എനിക്കറിയാം ഈ വേദന അത് നിനക്ക് താങ്ങാനായിട്ട് കഴിയില്ല. നിന്റെ ഫുൾ പവറും ദേഷ്യമൊക്കെ കാണാനാണ് ഞാൻ ഇപ്രകാരം ചെയ്യുന്നത്. അത് പുറത്തെടുക്കുന്നത് വരെ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു പറഞ്ഞ് അവൻ ഗോഹാനെ വേദനിപ്പിക്കുകയാണ്. ഇവിടെ ആങ്കർ ആണെങ്കിൽ വിളിച്ചു പറയും, പയ്യനെ രക്ഷിക്കാനായിട്ട് ഇവിടെ ആരുമില്ലേ എന്ന് ഇപ്പൊ ആങ്കർ വിളിച്ചു ചോദിക്കും. പിക്കലോ ആണെങ്കിൽ ഗോക്കുനോട് ദേഷ്യപ്പെടും, നിർത്തടാ നീ, സ്റ്റോപ്പ് ദ ഫക്ക്. എന്നെ കൊണ്ട് ഇനിയും ഇത് കണ്ടു നിൽക്കാനായിട്ട് കഴിയില്ല. നിന്റെ മകൻ നിന്റെ സ്വന്തം ചോരയാണ് അവിടെ വേദനിച്ച് നിലവിളിക്കുന്നത്. നിനക്കിതെങ്ങനെ കണ്ടു നിൽക്കാൻ കഴിയുന്നു? അതിന് ഗോക്കു പറയും, നിങ്ങളൊരു അല്പസമയം കൂടെ വെയിറ്റ് ചെയ്തേ പറ്റൂ. അവന്റെ ഉള്ളിലെ പവർ അതെനിക്ക് എന്താണെന്ന് അറിയാം. അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ ആ മോൺസ്റ്ററിനെ കൊല്ലും. അവനെ കൊണ്ട് മാത്രമേ അവനെ ഇല്ലാതാക്കാൻ വേണ്ടി കഴിയൂ. ഇവിടെ ആ മോൺസ്റ്റർ ആണെങ്കിൽ വീണ്ടും ഗോഹാന്റെ പവർ അത് പുറത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞ് കൂടുതൽ അവനെ വേദനിപ്പിച്ചു കൊണ്ടേയിരിക്കും. പിക്കലോയ്ക്കാണെങ്കിൽ അത് കണ്ടു നിൽക്കാൻ കഴിയില്ല. അവനാണെങ്കിൽ ഇപ്പൊ ഗോക്കുവിനോട് ദേഷ്യപ്പെടും. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളെപ്പോലെ അവനൊരു ഫൈറ്റർ അല്ല, അവനൊരു കൊച്ചുകുട്ടിയാണ്. അവനിപ്പോ ചിന്തിക്കുന്നത് ഇത്രയും വേദന അനുഭവിച്ചിട്ടും എന്തുകൊണ്ടാണ് അവന്റെ പപ്പ എന്നെ സഹായിക്കാൻ വരാത്തത് എന്നാണ്. സോ നീ ഇനിയെങ്കിലും അത് മനസ്സിലാക്കി ഇത്തരത്തിൽ അഗ്നി പരീക്ഷണത്തിന് അവനെ വിട്ടുകൊടുക്കരുത്. അവനിപ്പോ നിന്റെ സഹായം ആവശ്യമാണ്. നിന്നെ കൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് കഴിയും, പക്ഷെ എന്നെ കൊണ്ടത് കഴിയില്ല എന്ന് പറയും. അത് കേട്ട് ഇപ്പൊ ഗോക്കു ഷോക്കാവും. ഇവിടെ ഗോഹാനെ ഒരുപാട് വേദനിപ്പിച്ച് ആ മോൺസ്റ്റർ താഴേക്കിടും. ഗോക്കു ആണെങ്കിൽ മൊട്ടപ്പനെ വിളിക്കും, മൊട്ടപ്പ, നിന്റെ കയ്യിലുള്ള സെൻസ് ബീൻ അതെനിക്ക് താ. അവനത് കൊടുക്കാൻ ശ്രമിക്കുന്ന അതേ സമയം ഇവിടെ ആ മോൺസ്റ്റർ ഇപ്പൊ ഗോഹാനോട് പറയും, നീ കാരണം ഇപ്പൊ നിന്റെ ഫ്രണ്ട്സിന് ആപത്തായിരിക്കുകയാണ്. നിന്നെ കൊണ്ട് ദേഷ്യവും പവറും ഒന്നും തന്നെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. നീ വെറും ഒരു വേസ്റ്റ് ആണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ ഇടയിലേക്ക് പോകും. ഗോഹാനാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിക്കും. പക്ഷെ സെക്കൻഡുകൾക്കുള്ളിൽ മോൺസ്റ്റർ ആണെങ്കിൽ മൊട്ടപ്പന്റെ കയ്യിലുണ്ടായിരുന്ന ആ സെൻസ് ബീൻ അത് മുഴുവൻ എടുത്ത് തിരികെ വരികയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇപ്പൊ ഗോകുവിനെ കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങും. ഗോഹാനാണെങ്കിൽ മോൺസ്റ്ററോട് ചോദിക്കും, പറയും, നീ എന്ത് ചെയ്യാൻ ഒരുങ്ങുകയാണ്? അതിനവൻ പറയും, നീ നിന്റെ പവർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ എന്റെ അൾട്ടിമേറ്റ് പവർ എടുത്ത് നിന്റെ ഫ്രണ്ട്സുകളെ ആദ്യം ഇല്ലാതാക്കാൻ പോവാണ്. ഗോഹാനാണെങ്കിൽ ടെൻഷനാവും. അയ്യോ വേണ്ട, ഞാൻ പറഞ്ഞതൊക്കെ വെറുതെയാണ്. എനിക്ക് അത്തരത്തിൽ യാതൊരു അൾട്ടിമേറ്റ് പവറും ഇല്ല. അത് കേട്ടാ മോൺസ്റ്റർ ചിരിക്കും. എനിക്കറിയാം എന്റെ ഉള്ളിൽ അൾട്ടിമേറ്റ് പവർ ഉണ്ട്. നിന്റെ കൺമുമ്പിൽ വെച്ച് നിന്റെ ഫ്രണ്ട്സുകളെ ഇല്ലാതാക്കുമ്പോൾ അത് താനെ പുറത്തേക്ക് വരുന്നു പറഞ്ഞ് അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് നേരെ തിരിയും. അടുത്ത സെക്കൻഡ് തന്നെ ഇപ്പൊ നമ്പർ 16 അവനങ്ങനെ ചാടി വീണ് ആ മോൺസ്റ്ററിനെ ലോക്ക് ചെയ്യും. നമ്മുടെ ആൾക്കാരെല്ലാവരും ചേർന്ന് അവനെ സഹായിക്കാനായിട്ട് മുൻപോട്ടേക്ക് കടന്നു വരാൻ ശ്രമിക്കും. അതിന് 16 ആണെങ്കിൽ വിളിച്ചു പറയും, ആരും എന്റെ അടുത്തേക്ക് വരാൻ പാടില്ല. ഞാൻ ഡിസ്ട്രക്ഷൻ അതുപയോഗിച്ച് എന്നെയും ഇവനെ ഇല്ലാതാക്കാൻ പോവാണ്. ഗോക്കു ആണെങ്കിൽ അത് കേട്ട് ദേഷ്യപ്പെട്ടു പറയും, നീ എന്തായി ചെയ്യണേ? നിനക്ക് വട്ട് പിടിച്ചോ? ഒരു കാരണവശാലും നീ അങ്ങനെ ചെയ്യരുത്. പക്ഷെ 16 ആണെങ്കിൽ തീർത്തു പറയും, വേറെ വഴിയില്ല, എനിക്കിത് ചെയ്തേ പറ്റൂ. ഡോക്ടർ ജിറോയുടെ ആഗ്രഹം ഈ ഒരു പ്ലാനറ്റ് നശിപ്പിക്കുക എന്നതാണ്. അതൊരിക്കലും നടക്കാൻ പാടില്ല. അങ്ങനെ നടക്കാതിരിക്കണമെങ്കിൽ ഞാൻ തകരുന്നതോടൊപ്പം ഇവനെ ഇല്ലാതാക്കണം. സോ ദൂരേക്ക് മാറി നിൽക്കാൻ പറഞ്ഞ് അവനാണെങ്കിൽ അവന്റെ തകർച്ചയ്ക്ക് കളമൊരുക്കുന്നതോടു കൂടെ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.